നമുക്ക് അവർ ചായ നീ വന്ന ഒത്തിരി നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടല്ല. കുഴപ്പം? എന്ത് കുഴപ്പം? ഞമ്മടുത്ത് വേണം മോനെ ഈ ഒളിച്ചു കളി. കാര്യം പറ നമുക്ക്. ഐശ്വര്യ നീയായിട്ട് മോഹത്തിലാണെന്ന് കേട്ടില്ല. അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല, പക്ഷേങ്കില് അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമല്ലോ നമുക്ക്. എന്റെ കണ്ണിൽ രണ്ട് ജാതിയും, ആണും പെണ്ണും. ജാതിയില്ലെന്നാ? അപ്പൊ ഞമ്മൾ ഇസ്ലാം അല്ലെന്നാണോ ഈ പറയണത്? നമുക്ക് എന്ത് ജാതിയാ? ഇസ്ലാം. മമ്മൂക്കാന്റെ ബാപ്പയോ? ഒന്നാന്തര ഇസ്ലാം. പാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പയോ? ഞമ്മള് പാരമ്പര്യമായിട്ട് ഇസ്ലാമാണ്. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിതാബി പറയുന്നത്? ആദം നബി. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി? ആദാം ഏത് ജാതി എന്ന് പറ. അതൊരു വലിയ ചോദ്യമാണല്ലോ. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. കാശ് ആദം സബീന, എന്താ പപ്പ? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതിയോ? എനിക്ക് അറിഞ്ഞൂടെ പപ്പ. വരാലേ, പിന്നെ എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞാൻ സ്കൂളിൽ പോകുന്നത്? ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ പപ്പ? ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? അതാരാ? എന്റെ ബാപ്പാന്റെ 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 ബാപ്പ പോരെ ഹിമാറെ. ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? ഈ പാരോടാ നമ്മൾ ചോദിക്കുക. ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ. 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മേസ്ത്രിയുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കൻ ചെറുക്കന്. അവന്റെ അപ്പനായി എഴുത്തയച്ചു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് കല്യാണം വേണ്ടപ്പ. പിന്നെ നീ എന്താ മടത്തി പോവാണോ? എനിക്ക് വേണം തോന്നുമ്പോ ഞാൻ പറയാം, അപ്പൊ ആലോചിച്ചാ മതി. പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പ. നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാൻ എഴുതാം. 10,000 രൂപ തന്നാലേ വീട് ഒഴിഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറണ്ട. രൂപയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇനിയും വഴക്കിന് പോണോ? ഇത് വഴക്കാണോ? നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശമേ ചോദിച്ചു. നീ ധൈര്യമായിട്ട് നിൽക്ക്. രൂപ അവൻ വീട്ടിൽ കൊണ്ടെത്തരും. പീറ്റർ ഇടപെട്ടുകൊണ്ട് ഉണ്ണി രൂപ തന്നെന്ന് വരും. പക്ഷെ അയാളുടെ സ്വഭാവം അറിയാമല്ലോ, എന്തിനും മടിക്കാത്തവനാ. ഇനി അനാവശ്യമായിട്ട് അവൻ ആ വീട്ടിൽ കയറിയാൽ അവന്റെ എല്ല് ഞാൻ ഒടിക്കും. പീറ്റർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ഞങ്ങൾ 2 സ്ത്രീകൾ തനിച്ചേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മരിച്ചുപോയ അച്ഛനെ ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അശ്വതി, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കില്ലാത്തത് ഒരാൺതുണയാണ്. ഞാനത് പരിഹരിക്കാൻ തയ്യാറായി. മനസ്സിലായി? 4 പേരറിയും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. എന്താ അശ്വതിക്ക് ഇഷ്ടമല്ല? കഴിയും വേഗം നമ്മുടെ വിവാഹം നടക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അതിന് സമയമായിട്ടില്ല. പിന്നെപ്പോഴാ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാണ്? അല്ല, പീറ്ററിന്റെ സഹോദരി ആലീസിന്റെ വിവാഹം കഴിഞ്ഞു. ആലീസിന്റെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിവാഹം ഇപ്പൊ നടന്നാൽ ആലീസിന്റെ വിവാഹം ഒരു പക്ഷെ നടന്നില്ലെന്ന് വരും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ കാത്തിരിക്കാം. ആലീസിന്റെ വിവാഹം ആദ്യം നടക്കട്ടെ.
നീ ചേട്ടനോട് പറ. അയ്യോ ആ എന്നാ ഞാൻ പറയാം. വേണ്ട ജോണി, ചേട്ടനോട് സംസാരിക്കാൻ ജോണി പോണ്ട. ഇങ്ങനെ കരയ്ക്കും പോലെ വെള്ളത്തിലും പോലെ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാൻ നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ആ. ജെയിംസ് അച്ഛനോട് ഞാൻ ഈ കാര്യം പറയാം. അച്ഛൻ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. ആ എങ്കിലും അങ്ങനെ ചെയ്യ്. നീ ജോണിയെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പാപവുമല്ല. പക്ഷെ അവൻ പണക്കാരനാണ്, നീ പാവപ്പെട്ട ഒരു ശവപ്പെട്ടിപ്പണിക്കാരന്റെ മകൻ. വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അവന്റെ മനസ്സ് മാറുകയില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ജോണി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ചു. അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കവൻ പാലിക്കുമോ? തീർച്ചയായും. ആട്ടെ, ചാക്കോ മുതലാളി എതിർത്താലോ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്നെ വിവാഹം ചെയ്യുള്ളൂ എന്ന് ജോണി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അച്ചു, ചേട്ടന്റെ കാര്യത്തിലാണ് എനിക്ക് പേടി. ചേട്ടൻ ഇതറിഞ്ഞാൽ ആ, അവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് വരും. ഈ കാര്യത്തിൽ അച്ഛൻ എന്നെ സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? അച്ഛൻ വേണ്ടുപോലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കും. ശരി കുഞ്ഞെ, സൗകര്യം പോലെ ഞാൻ അവനോട് സംസാരിക്കാം. വളരെ ഉപകാരം. ആ, പിന്നൊരു കാര്യം, നിന്റെ ജ്യേഷ്ഠന്റെ പ്രകൃതം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നിങ്ങളുടെ ഈ ബന്ധത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവ്യയം കാണിച്ചെന്ന് വരും. എനിക്കും ആ പേടിയുണ്ട് അച്ചു. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി അച്ചു. എന്നാ നീ പറ്റും. അല്ല എന്താ പണങ്ങി പോകുന്നു? എന്ത് കാര്യം? ഇന്ത്യയിലെ ഞാൻ കയ്യിൽ നിന്ന് വിടുക. വീട് ജോണി, ഓഹോ, അപ്പൊ നാക്കുണ്ടല്ലേ? നമ്മുടെ വിവാഹം തീരുമാനിക്കുന്നതുവരെ ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് വകുപ്പ് 144ആണല്ലോ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുടനെ നമ്മുടെ വിവാഹം അദ്ദേഹം നടത്തി തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നിന്നെ എങ്ങനെ കാണാതിരിക്കും?